2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും? BJP, LDF, കോൺഗ്രസ് ത്രികോണ പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ തന്നെ ആര് വിജയിക്കുമെന്നുള്ള നിർണായക ചോദ്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. ഇനി ഒരു കൊല്ലം പോയിട്ട് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള, ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തന്നെ എല്ലാ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 എന്ത് തരം ടെസ്റ്റുകളാണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സർവേകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ചില കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെ സി വോട്ടർ സർവേ, ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിൽ എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ ഇടതുപക്ഷത്തിന് പതുക്കെ അടിത്തറ നഷ്ടപ്പെടുന്നതായിട്ടാണ് ഈ പോൾ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം അത് BJPയുടെ നേട്ടമാകുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും സ്വാധീനമുള്ള ഒരേ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അടിത്തറ അതിവേഗം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. ഇടതുപക്ഷത്തിൻ്റെ നഷ്ടം BJPയുടെ നേട്ടമാണെന്ന് തോന്നുന്നു എന്നും സർവേ സൂചിപ്പിക്കുന്നു. അത് സംസ്ഥാനത്ത് അവരുടെ വോട്ട് വീതം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സർവേ വെളിപ്പെടുത്തുന്നു. മോഷൻ സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന UDF 2024 വിജയങ്ങൾ ആവർത്തിക്കുമെന്ന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം ഇനിയും കുറയുമെന്ന് പ്രവചിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFന് കനത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ തന്നെയും കേരളത്തിലെ ഭരണസഖ്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF വലിയ വ്യത്യാസമൊന്നും, വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നും ഈ സർവേ പറയുന്നു. വോട്ട് വിഹിതം കുറയാൻ സാധ്യതയുണ്ട് എന്നും ഈ ഒരു സർവേ പ്രവചിക്കുന്നു. പരമ്പരാഗതമായി രണ്ട് പാർട്ടി രാഷ്ട്രീയം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ മൂന്നാം ബദലായിട്ട് BJPയെ സർവേ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ. എന്നിരുന്നാലും UDF ആയിരിക്കും മുൻനിര സീറ്റ് ജേതാവെന്നും ഈ സർവേ പറയുന്നു. ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ സർവേ, കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നടത്തിയ സർവേയിൽ 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു സർവേ നടത്തിയത് തന്നെ. ആ സർവേയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് 2024 BJPക്ക് ലഭിച്ച 17% നിന്ന് 7% വോട്ട് വർധനവ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത്. ഈ വർധനവ് LDFന്റെ വോട്ട് വിഹിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത് 2% കുറയാൻ കാരണമാകുമെന്നും പറയുന്നു. അതായത് BJPയുടെ വോട്ട് ശതമാനം 20% കടന്ന് 24% എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും UDFന് 42%, LDFന് 30% ആയിരിക്കുമെന്നും പ്രവചിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പല തരത്തിലുള്ള ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന് നേരിയ തോതിലുള്ള മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വോട്ട് ശതമാനം കുറയുകയും BJP വോട്ട് ശതമാനം ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി BJP ഒരു ശക്തമായ മൂന്നാം ബദലായിട്ട് കേരളത്തിൽ മാറുമെന്നും സർവേ വ്യക്തമാക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളമായാലും LDFനെ സംബന്ധിച്ചിടത്തോളമായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേടിയ വോട്ട് ശതമാനത്തെക്കാട്ടിലും കുറവ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും LDF UDFന് വോട്ട് ശതമാനത്തിൽ കുറവ് സംഭവിക്കുമെന്നും UDFനായാൽ പോലും 1-2% വീതം കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും എന്നാൽ വോട്ട് വിഹിതം കൂടുന്നത് BJPക്കായിരിക്കുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും BJP അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് കുറയുമെന്നും UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മുന്നേറ്റമാണോ നടത്തിയത് അതുപോലുള്ള സീറ്റ് മുന്നേറ്റം
ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ശതമാനം കൂടുന്നത് പോലെ തന്നെ സീറ്റിന്റെ കാര്യത്തിലും നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക്, സീറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ഒന്നിൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ മാറുമെന്നും സർവേ വ്യക്തമാക്കുന്നു. എന്തായാലും സർവേകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമോ, അതല്ല സർവേകളെ അട്ടിമറിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിൽ BJP മൂന്നാം ബദലായി കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, ഇടതുപക്ഷത്തിന് കാലിടറുമോ, UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ വരാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം സർവേകളെല്ലാം തന്നെയും പൂർണ്ണതോതിൽ ശരിയാവണമെന്നില്ല. അതുമാത്രമല്ല ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കുന്നു. പലതരം അട്ടിമറികളും കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തും സംഭവിക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതിൽ ആര് വാഴും, ആര് വീഴും, ആര് നേടുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.